അവിടെ എങ്ങനെയായി മറുനാടൻ മലയാളികളുടെ ഓണാഘോഷം എന്ന് നോക്കാം. അവരും സദ്യ ഒരുക്കത്തിലും മറ്റ് തിരക്കുകളിലൊക്കെ തന്നെയായിരിക്കും. അവിടെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നാണ് സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സജു, രാവിലെ മുതൽ തന്നെ അവിടെ ക്ഷേത്രത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോഴെന്തായി, തിരക്കിന് കുറവുണ്ടോ? അവിടെ ഇനി എന്തൊക്കെയാണ് പ്രധാന ചടങ്ങുകളൊക്കെ നടക്കാനുള്ളത്? ദിവ്യ, തീർച്ചയായിട്ടും വലിയ തിരക്കാണ് ഇപ്പോൾ ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലുള്ളത്. നമുക്കറിയാം, ഈ ഒരു നീണ്ട ക്യൂ ഇതിപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗം വരെ എത്തിയ വലിയൊരു ക്യൂ ആയിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ഡൽഹി മലയാളികൾ അവരുടെ ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനമൊക്കെയും കഴിഞ്ഞ ക്ഷേത്രത്തിൽ ഓണസദ്യയൊക്കെയും ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു അത്തപ്പൂക്കളമൊക്കെയും, അതായത് രാധാകൃഷ്ണ രൂപമൊക്കെയും ആലേഖനം ചെയ്ത വലിയൊരു അത്തപ്പൂക്കളമൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയും കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി നിരവധിയായിട്ടുള്ള മലയാളികളാണ് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വലിയൊരു ക്യൂ ആണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ ഇത്രത്തോളം ക്യൂ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഏകദേശം 10:30 കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ക്യൂ ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ഒരു ആഗ്രഹം, ക്ഷേത്ര ദർശനം കഴിഞ്ഞു ഇവിടെ ഏകദേശം 6000-ലധികം പേർക്ക് ഓണസദ്യയൊക്കെയും ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓണാഘോഷം കളറാക്കാൻ തന്നെയാണ് ഡൽഹിയിലെ മലയാളികളും അവരുടെ ആഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നത് ഡൽഹിയെ തന്നെ ഏറ്റവും പൗരാണികമായ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടേക്ക് വന്നു ക്ഷേത്ര ദർശനമൊക്കെയും കണ്ടതിനു ശേഷം, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് എന്തായാലും ഓണസദ്യയിലേക്കും പങ്കെടുത്ത് ഇവിടെ നിരവധിയായിട്ടുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട്. അതിലൊക്കെയും പങ്കെടുത്തതിന് ശേഷമായിരിക്കും എന്തായാലും എല്ലാവരും മടങ്ങുക. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്ന പോലെ വലിയ ക്യൂ ആയിരിക്കുകയാണ്. എന്തായാലും ക്ഷേത്ര ദർശനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇനിയിപ്പോൾ സദ്യ, അതനുസരിച്ച് മറ്റ് ചടങ്ങുകൾ, പരിപാടികളൊക്കെ ദിവ്യ, തീർച്ചയായിട്ടും ഇവിടെ 6000-ലധികം പേർക്കാണ് സദ്യ ഒരുക്കിയിരിക്കുന്നത്. 31-ലധികം വിഭവങ്ങൾ ചേർത്താണ് വളരെ വിപുലമായിട്ടുള്ള ഒരു സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വർഷത്തെയും പതിവ് പോലെ തന്നെ ഇവിടെ എത്തുന്ന എല്ലാവർക്കും സദ്യ കൊടുക്കുക എന്നുള്ളതാണ് ക്ഷേത്രം ഭാരവാഹികൾ നമ്മളോട് രാവിലെ സംസാരിച്ചത്. അത്തരത്തിൽ വലിയ ആഘോഷങ്ങളിലേക്കാണ് ഡൽഹി മലയാളികൾ കടന്നിരിക്കുന്നത്. നമ്മൾ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചു തരാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണാഘോഷം? ഓണാഘോഷമൊക്കെ കേരളത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിലാണ് തകർത്തു വരുന്നത്. കണ്ടില്ലേ, ഇവിടുത്തെ കേരളത്തിനൊക്കെ കൂടുതലും നല്ല രീതിയിലും എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുകയാണ്. പ്രോഗ്രാമൊക്കെ ഇവിടെ ഇതിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ചും പരിപാടി എല്ലാം ഉണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ അത് പ്രതീക്ഷിച്ചാണോ വരുന്നത് എനിക്കൊരു സംശയം. ഇത്ര ആൾക്കാരെ ഡൽഹിയിൽ ഇങ്ങനെ ആദ്യമായിട്ട് കാണുവാണ്. ഞാനിപ്പോൾ 10 വർഷമായി ഡൽഹി വന്നിട്ട്. ഓണം ഇവിടെ ശരിക്കും ഓണം ആഘോഷിക്കുന്നത് ഇവിടെയാണ്, ശരിക്കും ആഘോഷിക്കുന്നത് ഇവിടെ തന്നെയാണ്. അതാണ് ദിവ്യ എല്ലാവരും പറയുന്നത്. നാട്ടിലേക്കാളും ഓണം ആഘോഷിക്കുക, അത് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്തോടെ ഇനി നീണ്ടു നിൽക്കുന്ന 3 മാസക്കാലം ഡൽഹി മലയാളികളുടെ ആഘോഷ ദിവസങ്ങളാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള 3 മാസം. സജുവിന് അങ്ങനെ തോന്നുന്നുണ്ടോ? പുറത്താണോ, അതായത് കേരളത്തിന് പുറത്താണോ വലിയ രീതിയിൽ ഓണമൊക്കെ ആഘോഷിക്കുന്നത്? അവിടെ ഡൽഹിയിൽ എത്തിയിട്ട് എന്ത് തോന്നുന്നു ദിവ്യ? അതായത് എൻ്റെ ഡൽഹിയിലെ രണ്ടാമത്തെ ഓണക്കാലമാണിത്. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ നാട്ടിലെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓണത്തിന് 10 ദിവസം മുൻപ്, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞൊരു 5 ദിവസം കൂടി ആയിരിക്കും നമ്മുടെ ആഘോഷങ്ങൾ. പക്ഷേ മറുനാടൻ മലയാളിക്ക്, അല്ലെങ്കിൽ ഡൽഹിയിലുള്ള, അല്ലെങ്കിൽ കേരളം വിട്ട് കഴിഞ്ഞാൽ മലയാളികളുടെ ആഘോഷം പിന്നീട് അങ്ങോട്ട് നീളുകയാണ്. അവരുടെ ആഘോഷ ദിനങ്ങൾ ഇനിയിപ്പോൾ ഈ ക്രിസ്മസ് വരെയും ഇവിടെ ആഘോഷങ്ങളാണ്. ഓരോ റെസിഡൻഷ്യൽ ഹോമുകളായിട്ട്, അല്ലെങ്കിൽ സ്കൂളുകളായിട്ട്, കോളേജുകളായിട്ടൊക്കെയും ആഘോഷങ്ങളാണ്. അതാണ് ഇവരൊക്കെ നമ്മളോട് പറയുന്നത്. നാട്ടിലെ ആഘോഷത്തെക്കാളും, അതായത് നാട്ടിലേക്കാളും ഗംഭീരമാക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഡൽഹിയിലെ മലയാളികൾക്കുള്ളത്. പ്രത്യേകിച്ച് കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള വിദ്യാർത്ഥികളൊക്കെ നീണ്ട നിര ഇവിടെ കാണുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികളൊക്കെ വരുന്നു. അവരൊക്കെ ഇന്ന് അവധി എടുത്തുകൊണ്ടാണ് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ വിപുലമായ ആഘോഷങ്ങളിലേക്ക് ഡൽഹി മലയാളികളും എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ അമ്മച്ചോട് ചോദിക്കാം. അമ്മ, എങ്ങനെയുണ്ട് ഓണാഘോഷം? ഓണത്തിരക്കൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്, നന്നായിട്ട് തിരക്കുകളൊക്കെ ഉണ്ടല്ലേ? എവിടം വരെ ഓണാഘോഷം? എവിടം വരെ ആഘോഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങുള്ളൂ. അതായത് ഓണം ആഘോഷിക്കുക, അതായത് സദ്യയാണ് ഓണത്തിന് ഏറ്റവും കൂടുതൽ സ്വാദറിയുന്നത് നമ്മുടെ ഓണസദ്യയാണ്. അത് ആഘോഷിക്കണം. അത് ഇവിടുന്ന് തന്നെ ഭക്ഷണം, അല്ലെങ്കിൽ സദ്യ രാവിലെ ക്ഷേത്രത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞ് വീട്ടിലെത്തി സദ്യ ഒരുക്കണം. അപ്പോൾ വളരെ വേഗത്തിലൊന്ന് തൊഴുത് മടങ്ങാം എന്നൊക്കെയായിരിക്കും പലരും കരുതുന്നത്. പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളിലും നല്ല തിരക്കാണ് രാവിലെ തൊട്ടുള്ളത്.